ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലവരും കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് ഓൾസോ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ദൂരേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഈ വ്യക്തി നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെ വേണം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സൺ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അധികം ഈ പേഴ്സണോട് മിണ്ടാറില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് എല്ലാം മതിയായി, ഇനി ഇനി എന്താന്ന് വെച്ചാൽ വിധിക്ക് വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപക്ഷെ മാറി നിൽക്കുന്നുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്ത് ഒരു മനോഭാവത്തിലാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മിസ്റ്റിസിസം ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് ഒരുപാട് ടൈപ്പ് ഓഫ് എനർജീസ്, അതായത് മറഞ്ഞു കിടക്കുന്ന ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാ ബന്ധത്തിലും ഉണ്ടാകും, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മറഞ്ഞു കിടക്കുന്ന ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, അത് റിലേഷൻഷിപ്പിലാകാം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാകാം, കുടുംബ ജീവിതത്തിലാകാം, സൗഹൃദങ്ങളുടെ ഇടയിലാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു മറഞ്ഞു കിടക്കുന്ന വ്യക്തികൾ ആരാണോ, അത് യഥാർത്ഥത്തിൽ അതൊരു ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ആ മറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം അവരെക്കുറിച്ചാണ് ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്നത്, അവരെക്കുറിച്ചാണ് ഈ പേഴ്സന്റെ ആശങ്കകൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ മറഞ്ഞു നിൽക്കുന്ന ആൾക്കാര്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് മറഞ്ഞു നിൽക്കുന്ന ആൾക്കാര്, മറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ ആരാണോ, അത് ശത്രുക്കളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തികളെ പറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണോ അതൊരു പക്ഷെ നിങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ടാകാം, നിങ്ങൾക്കും ഒരുപക്ഷെ ആ വ്യക്തിയെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടാകാം. സോ ആ ഒരു എനർജീനെ പറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ വേണ്ടാത്ത സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വേണ്ടാത്ത സാഹചര്യത്തെ കുറിച്ച് വേണ്ടാത്ത, അല്ലെങ്കിൽ അവനവന് പറ്റാത്ത സാഹചര്യം എന്താണോ, അവനവന് പറ്റാത്ത വ്യക്തികൾ എന്താണോ, അവയിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ശരിയാകാത്ത, അല്ലെങ്കിൽ ഒട്ടും തന്നെ ശരിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണോ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും, ആ ഒരു വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ ഈ വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പേഴ്സന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതും സമാധാനം നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഫോർ എക്സാമ്പിൾ, പാരൻസ് എന്താണോ പറയുന്നത് അത് കേട്ടനുസരിച്ച് അതിനനുസരിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, അതിന്റെ വരും വരായികകളെ കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തയില്ല. ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോയാലും കുഴപ്പമില്ല, സന്തോഷം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, മറ്റുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ പാരൻസ് പറയുന്നത്, കൂട്ടുകാർ പറയുന്നത്,
അവർ പറയുന്നത് കേൾക്കാം എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരം സിറ്റുവേഷനിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഓരോ ദിവസവും കഴിയും തോറും ഈ പേഴ്സണെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനം, സമ്പത്ത്, ആരോഗ്യം, അല്ലെങ്കിൽ മാനസിക നില, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ താല്പര്യപ്പെടുന്നില്ല. ഈ പേഴ്സൺ എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കുന്നത്, ആശ്വാസമായിട്ട് തോന്നിക്കുന്നത്, ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദ തിങ്കിങ് വുമൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. പുരുഷന്മാർക്ക് ഫീലിങ്സ് ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സ്ത്രീ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലേഡി നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ റീഡിംഗ് കാണുന്നത് സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി സദാസമയം 24/7 യാതൊരു തരത്തിലും ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ കാര്യത്തോടൊപ്പം തന്നെ ഈ പേഴ്സന്റെ മുഖവും ഈ പേഴ്സണായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം നിങ്ങളുടെ ചിന്തകൾ ഈ പേഴ്സണെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു മുഖം ഈ വ്യക്തിയുടെ മനസ്സിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ കണക്ട് ആകുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഐ ആം സ്റ്റിൽ ട്രൈയിങ് ടു ഹീൽ എന്നാണ്. അതായത് യെസ്, ഈ പേഴ്സൺ കാരണം ഉണ്ടായിട്ടുള്ള മുറിവുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അത് ഈ പേഴ്സൺ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ തന്നിട്ടുള്ളതും അത് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിരിക്കാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും അത് പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ പേഴ്സൺ അത് കേൾക്കാനോ കാണാനോ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സ്വയം ഹീല് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം അതായത് ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റാണ്, സോ അത് തിരുത്താനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഇവിടെ യെസ്, ഒരാൾ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ഗണപതി ഭഗവാന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇല്യൂഷൻസ് ആണ്. ഇല്യൂഷൻസ്, ഒബ്സഷൻസ് ആൻഡ് അഡിക്ഷൻസ് ആണ്. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പേടി, അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ മറ്റാരുമായിട്ട് കൂടുതൽ അടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക, അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുക. സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നതാണ് വിശ്വസിച്ചിരുന്നതെങ്കിൽ അവരോട് ഈ പേഴ്സൺ അഡിക്റ്റഡ് ആയിരുന്നു, അവരിൽ ഈ പേഴ്സൺ അഡിക്റ്റഡ് ആയിരുന്നു, അവരുടെ അടിമയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കിടന്നിരുന്നത്. ഓക്കെ, അവരുടെ അടിമയായിട്ട് അവർ പറയുന്നത് കേട്ട്. അപ്പോൾ അതെല്ലാം കീറി മുറിച്ച് കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ചങ്ങല, ആ ഒരു രീതി, ആ ഒരു സ്വഭാവം, അത് വളരെ പെയിൻഫുൾ ആണ് അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്വഭാവമാണത്. താൻ സ്നേഹിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ പറയുന്നത് മാത്രം കേൾക്കുന്നു, അവരെ മാത്രം അനുസരിക്കുന്നു, അവരെ മാത്രം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജി കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. തടസ്സങ്ങളും വിഘ്നങ്ങളും എപ്പോഴും മാറ്റുന്ന ദേവനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ പ്രാർത്ഥന ആയിക്കോട്ടെ, നിങ്ങൾ വേണമെങ്കിൽ ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, തേങ്ങ ഉടച്ചിട്ടുണ്ടാകാം, ഏത്തമിടാറുണ്ടായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങളിൽ ഈ ഒരു ദൈവത്തിന്റെ പ്രസൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, സാക്രിഫൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ത്യാഗങ്ങൾ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ത്യാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ എനർജി ദ ക്രിയേറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പ് അങ്ങനെ എവിടെയും എൻഡ് ആയി പോകത്തില്ല, അതായത് നശിച്ചു പോകത്തില്ല. എപ്പോഴും ഇങ്ങനെ
തളിർത്ത് തളിർത്ത് മുളച്ചു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പലവർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, കർമ്മ സംബന്ധമായിട്ട് വന്നിരിക്കുന്ന കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് ആ ഒരു കർമ്മം തീരാതെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ ഒരു 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 കംപ്ലീഷനിലേക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതൊരു ക്രിയേഷൻ ആണ്. ഇത് പുതിയതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, എവിടെയും അവസാനിക്കാത്ത ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല ഇത് സീക്കറാണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അന്വേഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ട്. നമ്പർ 44 കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. 4+4=8 ആണ്. അതൊരു ബാലൻസിങ് എനർജിയാണ്. അനന്തതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫിനിറ്റി ആണ് നമ്പർ 8 എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഹൃദയം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ്, ആത്മാവ് അതെവിടെയാണെങ്കിൽ പോലും, ഈ പേഴ്സൺ ഏത് ദൂരത്താണെങ്കിൽ പോലും, നിങ്ങൾ എത്രത്തോളം ദൂരേക്ക് ഓടി മറഞ്ഞാലും ഈ പേഴ്സൺ നിങ്ങളെ തേടി വരും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും കുറച്ച് നാളത്തേക്കുള്ള ഒരു അസ്വസ്ഥത മാത്രമായിരിക്കും അത്. വീണ്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ ആകർഷിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, ഏത് സിറ്റുവേഷനിലാണ്, ഇതൊക്കെ ഈ പേഴ്സൺ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സന്റെ ആ ഒരു ആത്മാവിന്, ആ ഒരു സോളിന് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.